ഇസ്രായേലിൻ്റെ അതിനൂതന സാങ്കേതിക വിദ്യയാൽ നിർമ്മിക്കപ്പെട്ട ഡ്രോൺ ഇറാൻ തകർത്തതായ റിപ്പോർട്ട് പുറത്തു വന്നു. ഓർബിറ്റർ ഡ്രോണാണ് തകർക്കപ്പെട്ടത്. സൂക്ഷ്മമായ നിരീക്ഷണം നടത്തി അതീവ രഹസ്യങ്ങൾ പോലും ഒപ്പിയെടുക്കാൻ പാകത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. അത് ഏകദേശം വീഡിയോ ക്യാമറകൾ നൽകുന്ന രീതിയിൽ ആ സംവിധാനത്തോടു കൂടി ലൈവായിട്ട് കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഉണ്ടായത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി പ്രവേശിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം വെക്കുന്ന മേഖലയിലേക്ക് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ ചലനമിടിപ്പ് പോലും കൃത്യമായ രീതിയിൽ ഒപ്പിയെടുക്കാൻ പാകത്തിലാണ് ഇതിൻ്റെ നിർമ്മാണശേഷി സംവിധാനങ്ങളുള്ളത്. അതിന് ഉദാഹരണം പറയുന്നത് ഇങ്ങനെയാണ്. ഹമാസ് നേതാവായിരിക്കുന്ന യഹിയ സിൻവാറിനെ ഗസയിൽ വെച്ച് കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് സമാന രീതിയിലുള്ള ഡ്രോണാണ് ഉപയോഗിച്ചത്. അഥവാ അപ്പം നടക്കുന്ന ലൈവ് സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് പുറമേ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഈ യഹിയ സിൻവാറിനെ ആക്രമണം നടത്തുന്നത് അവിടെ ഇസ്രായേൽ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിയ സമയത്ത് വീടിൻ്റെ അകത്തേക്ക് ഡോറ് പൊളിഞ്ഞിരിക്കുന്ന ഒരു ഡോറിൻ്റെ അകത്തേക്കാണ് ഡ്രോൺ പ്രവേശിച്ചത്. ആ ഡ്രോൺ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ വീണ് കിടക്കുന്നതും അതേപോലെ തന്നെ ഒരാൾ അങ്ങനെ അവശ നിലയിൽ ഒരു സോഫ സെറ്റിൽ ഇരിക്കുന്ന പോലെ രീതിയിലുമാണ് കാണാൻ വേണ്ടി സാധിച്ചത്. അത് അപ്പം മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് അവിടേക്ക് ഈ മിസൈൽ പായിച്ചുകൊണ്ട് ആക്രമണം നടത്തി മിസൈൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ബിൽഡിംഗ് തകരുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അത് ഇന്ന ആളാണെന്ന് മനസ്സിലായതും മറ്റൊരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ഏറെക്കുറെ യഹിയ സിൻവാറിനെ പോലെ തോന്നുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. പിന്നീടാണ് സൈന്യം വന്നുകൊണ്ട് സ്ഥിരീകരിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഒരു വിരൽ മുറിച്ചു കൊണ്ടുപോയി പരിശോധന നടത്തി. പരിശോധനയിൽ ഇത് യഹിയ സിൻവാറാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബോഡി തന്നെ എടുത്തു കൊണ്ടുപോയി ചെയ്തു. ആ ബോഡി പോയും ഹമാസിന് തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ വിരലെടുത്ത് കൊണ്ടുപോയി പരിശോധന നടത്തിയെന്ന് പറഞ്ഞാൽ 10-25 വർഷത്തോളം ഇസ്രായേൽ ജയിലിൽ കിടന്ന വ്യക്തിയാണ് യഹിയ സിൻവാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിംഗറും കണ്ണടക്കമുള്ള എല്ലാവിധ പരിശോധനകളും അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലാണെന്ന് പരിശോധിച്ചപ്പോൾ ഇദ്ദേഹം തന്നെയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ പറയുന്ന കാര്യം, ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് ഇതിന് സമാനമായ രീതിയിൽ സമ്പൂർണ്ണമായിരിക്കുന്ന രഹസ്യം ചോർത്തുന്ന ഡ്രോണാണ്, ഒരു ഓർബിറ്റർ ഡ്രോണാണ് ഉപയോഗിച്ചത്. ഇറാൻ അത് കൃത്യതയോടുകൂടി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, ഹോർമുസ്ഖാൻ പ്രവിശ്യയിൽ ഡ്രോണിൻ്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നു എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അന്വേഷിച്ചിട്ട് ഇത് ഡ്രോണാണ് തന്നെ സ്ഥിരീകരിച്ചത്. മീഡിയകളിലൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വാർത്ത ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ രീതിയിലുള്ള കരാർ വ്യവസ്ഥകളൊക്കെ തൊട്ടടുത്ത ദിവസം പുറത്തോട്ട് വരാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചതാണ്, മനസ്സിലാക്കിയാണ്. ഇതിനോടനുബന്ധിച്ചാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച 2-3 നിർദ്ദേശങ്ങൾ പ്രധാനമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതിലൊന്ന് ഇറാൻ്റെ ന്യൂക്ലിയർ കേന്ദ്രം അടച്ചുപൂട്ടണം. ആ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഏത് തരത്തിലാണെങ്കിലും അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല ഈ ലെബനാനിൽ ഭീഷണി ഉണ്ടായാൽ കരാർ വ്യവസ്ഥ പറയുന്നത് ഇറാൻ മുന്നോട്ട് വെച്ച കരാറിൽ ലെബനാൻ ആക്രമിക്കാൻ പാടില്ല എന്ന് ഇസ്രായേലിൻ്റെത് പ്രത്യേകമായ രീതിയിൽ പറയുന്നുണ്ട്. അതിന് ഇസ്രായേൽ നൽകുന്ന മറുപടി, ഏതെങ്കിലും തരത്തിൽ ലെബനാനിൽ നിന്ന് തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കും, തങ്ങളുടെ അവകാശത്തിൻ്റെ ഭാഗമാണ്, നിലനിൽപ്പിൻ്റെ വിഷയമാണ് എന്നവർ പറയുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ലെബനാനിൽ നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് വെറുതെ പറഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കും. അഥവാ ആ കരാർ വ്യവസ്ഥ അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാര്യം ലെബനാനിൽ നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. അത് ഹിസ്ബുള്ള ഗ്രൂപ്പോ അല്ലെ ലെബനാൻ സർക്കാരോ അത് നിഷേധിച്ചാലും അത് ലോകമൊട്ട് അംഗീകരിക്കുകയില്ല. ലോകമല്ല ഇസ്രായേലും അമേരിക്ക അംഗീകരിക്കുകയില്ല. തീർച്ചയായിട്ടും ആര് ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറയും. അതല്ലെങ്കിൽ അവരുടെ ഭാഗത്തേക്ക് തന്നെ ഒരു ബോംബ് കൊണ്ടുപോയിട്ടും അതുകൊണ്ട് ഇസ്രായേലിന് ഈ ലെബനാനിൽ നിന്ന് വന്നതെന്ന് പറയും. അങ്ങനെ പലതും ചെയ്യാമല്ലോ. ഇറാൻ ഇതിനോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അമേരിക്കയോട്, തങ്ങളുടെ മരവിപ്പിച്ച ആസ്തി തിരിച്ചു നൽകിയിട്ടില്ല ഈ കരാർ വ്യവസ്ഥയുമായിട്ട് സഹകരിക്കില്ല എന്നുള്ളത്. 2 മാസത്തിനിടെ അതിനെക്കുറിച്ച് പരിശോധന നടത്തിയിട്ട് അതിലെ ചർച്ച ചെയ്തിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് ഇറാൻ വാക്ക് നൽകിയിട്ടുണ്ട് എന്ന് മധ്യസ്ഥരായിരിക്കുന്ന പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇതിൽ ഈ ആക്രമണം, അതായത് നമ്മൾ ഈ പറയപ്പെട്ട ഈ ഡ്രോൺ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒന്നുമല്ല, കുറേ മുമ്പ് തന്നെ ഇറാന് അതിനെ തകർക്കുകയും പൊടിച്ചിടുകയും ചെയ്യുന്ന സംവിധാനമുണ്ട്. ഡ്രോൺ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനുള്ള സംവിധാനം ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അത് ഏത് തരത്തിലാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല, ഇതിൽ പറയുന്നില്ല. പക്ഷേ അങ്ങനെ സംവിധാനം ഉണ്ട് എന്നുള്ളതാണ്. അതിൽ കുറച്ച് കാര്യത്തെക്കുറിച്ച് അതിലിങ്ങനെ പറയുന്നുണ്ട്. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോൺ അടക്കം തകർക്കപ്പെട്ട
വിവരങ്ങൾ പുറത്തു വന്നു. അതിനോടനുബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില സംഭവങ്ങൾ, മുൻകാല സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും അതിൽ കാണാൻ വേണ്ടി പറ്റും. 2025 ജൂൺ മാസം 18-ാം തീയതി ഇസ്ഫഹാനിൽ ഹർമസ് 900 എന്ന് പറഞ്ഞ ഡ്രോണിനെ ഇറാൻ തകർത്തു. അതേ മാസം തന്നെ ജൂൺ മാസം 23-ാം തീയതി കൊറോമാബാദിൽ ഹെർമോസ് 900 എന്ന് പറഞ്ഞ ഡ്രോൺ വീണ്ടും തകർത്തു. അതേ മാസം തന്നെ 28-ാം തീയതി അറാഖ് മർക്കസി പ്രവിശ്യയിൽ വെച്ചിട്ട് ഡ്രോൺ വീണ്ടും തകർത്തു. 2025 2026 ഹെർമസ്, ഹെറോൺ, ഓർബിറ്റർ തുടങ്ങിയ ഡ്രോണിൽ ഉൾപ്പെട്ട 13 UAVകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പിന്നീട് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഇതിൽ MQ-9 എന്ന് പറയുന്ന അമേരിക്കൻ നിർമ്മിതമായിരിക്കുന്ന ഒരു ഡ്രോൺ ഉണ്ടായിരുന്നു. ആ ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കുറേ ചർച്ചകളൊക്കെ നടന്നതാണ്. അതിൻ്റെ കാര്യം, ഈ ഡ്രോൺ ഉപയോഗിച്ചത് അമേരിക്കയാണോ അതോ ഇസ്രായേലാണോ എന്ന് പറഞ്ഞു തരണോ എന്നുള്ളതായിരുന്നു ഇറാൻ പറഞ്ഞത്. രണ്ട് രാജ്യവും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതും തകർക്കപ്പെട്ട ഡ്രോണാണ്. അപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട ഇതിൽ ഡ്രോണിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 16-ലധികം ഡ്രോണുകൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അത്രയൊന്നും അല്ലുള്ളത്, 64 എണ്ണം ഉണ്ട് എന്ന് പറയപ്പെട്ടു. സൂക്ഷ്മ നിരീക്ഷണത്തിൽ സ്ഥിരീകരിക്കാത്ത 64 ഡ്രോണുകളെങ്കിലും ഉണ്ട് എന്നാണ് അനുമാനം. ചലനമിടിപ്പ് അറിയാൻ പോലും സാധിക്കുന്ന തരത്തിലുള്ള ഡ്രോണിൻ്റെ ഒരു വലിയ ഒരു കൂട്ടം തന്നെ ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ട്. ഇറാൻ അല്ലാത്ത മറ്റേത് രാജ്യത്തും അത് കൃത്യമായ രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇറാനിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്താണ് ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കാത്തത് എന്ന് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നു. വ്യക്തി കേന്ദ്രീകൃതമായാണെങ്കിലും സംഘമാണെങ്കിലും ഇനി സൈനികരാണെങ്കിലും സൈനിക ഓഫീസുകളാണെങ്കിലും സർക്കാർ സംവിധാനമാണെങ്കിലും ഒക്കെ ഈ ഒരു ആകാശ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള സംഭവം പോലും കൃത്യതയോടുകൂടി നിരീക്ഷിക്കാനും മിടിപ്പുകൾ പോലും കാണാൻ പാകത്തിലുള്ള അത്രയും സൂക്ഷ്മമായിരിക്കുന്ന സംവിധാനമാണ്. അതിന് പകരമായ രീതിയിൽ ഈ റഡാർ സംവിധാനത്തിൽ ഇത് കുടുങ്ങുകയില്ല. അങ്ങനെ കുടുങ്ങാത്തതും അതോടൊപ്പം തന്നെ കണ്ടെത്താൻ വലിയ പ്രയാസവുമാണ്. ശബ്ദം കുറവാണ്, വേഗത്തിൽ സഞ്ചരിക്കും, നിയന്ത്രണ വിധേയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലെഫ്റ്റ് റൈറ്റൊക്കെ തിരിക്കാൻ വേണ്ടി അതിന് പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം, ഇന്നൊരു വ്യക്തി ഇന്ന സ്ഥലത്തേക്ക് നീങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റാനോ അതല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നീക്കാനോ സാധിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോഴത്തെ പ്രസക്തമായിരിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്. അപ്പോൾ ഡ്രോൺ തകർക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രതിരോധ സംവിധാനമാണ് ഇറാൻ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ വലിയ രീതിയിലുള്ള ആകാംക്ഷ. ഈ മേഖലയിൽ ഇറാൻ്റെ സൈനിക ശക്തി ക്ഷയിപ്പിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഭാവിയിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക ഇസ്രായേലാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ നെതന്യാഹുവിൻ്റെ പേര് വെച്ചിട്ടാണ് എഴുതിയത്. അത് ഏറെക്കുറെ ഇപ്പോൾ വലിയ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിന് ലാസ്റ്റത്തെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ്, പിന്നൊരു പ്രധാനമന്ത്രി അവിടെ ഉണ്ടാവില്ല എന്ന തരത്തിലാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഒരു യൂറോപ്യനാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് പറയുന്നു. അതല്ല, ഇസ്രായേൽപ്പെട്ട ഒരു പൗരൻ, ഇരട്ട പൗരത്വം ഉള്ള ഒരാളാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഒരുപാട് വിശദീകരണ കാര്യങ്ങൾ പറയുന്നതിൽ പ്രധാനമായ രീതിയിൽ ഇറാനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാണുകയും മനസ്സിലാക്കുകയും അറിയുകയും ചിന്തിക്കുകയും ചെയ്തതിൻ്റെ അപ്പുറമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. അതിൻ്റെ ആന്തരികമായിരിക്കുന്ന അടിത്തറ ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു നിഗൂഢ ദ്വീപ് പോലെയാണ്. അവരുടെ കൈവശത്തുള്ള ആയുധങ്ങളെക്കുറിച്ചോ നിർമ്മിക്കാനുള്ള അവരുടെ ഈ കഴിവിനെക്കുറിച്ചോ അത് പ്രയോഗിക്കാനുള്ള അവരുടെ തന്ത്രത്തെക്കുറിച്ചോ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ലോകം പരാജയപ്പെടുന്നു. അത് ഇസ്രായേലും അമേരിക്കയും മാത്രമേ, ലോകത്തിൻ്റെ പരാജയമുണ്ട്. ചില മേഖലകളിലും ചില ഘട്ടങ്ങളിലും ചില സാഹചര്യങ്ങളിലും ലോകത്തെ പോലും നിയന്ത്രിക്കാൻ പാകത്തിലുള്ളതാണ് അവരുടെ പ്രത്യയശാസ്ത്രപരമായിരിക്കുന്ന ശക്തിയും അതോടൊപ്പം തന്നെ പ്രകൃതിപരമായിരിക്കുന്ന വിഭവങ്ങളും. ഒരുപക്ഷെ അത് ഓർമസിനൊക്കെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. ഓർമസിൻ്റെ ഒരു ഒറ്റ വിഷയത്താലാണ് യഥാർത്ഥത്തിൽ ലോകം മുഴുവനും സാമ്പത്തികപരമായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസത്തിലേക്ക് എത്തി. 90 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധിയുള്ളത്, ഈ ഓർമൂസ് കടലെന്ന് പറയുന്നത്. 15 മുതൽ 60 മീറ്റർ വരെയാണ് അതിൻ്റെ വീതി കാണുന്നത്. ചില ഭാഗത്ത് അത് 30 മീറ്ററായിട്ട് ചുരുങ്ങുന്നുണ്ട്, ചില ഭാഗത്ത് 15 ആയിട്ട് ചുരുങ്ങുന്നുണ്ട്. ഈ കപ്പലുകൾക്ക് യാത്രാ സംബന്ധമായ കാര്യത്തിന് ഉപയോഗിക്കുന്നത് 3 കിലോമീറ്റർ മാത്രമാണ്. ആ വീതിൻ്റെ അപ്പുറവും ഇപ്പുറവും പോകാൻ വേണ്ടി പറ്റില്ല.
അതാണ് അതിൻ്റെ ഇൻ്റർനാഷണൽ പാത റൂട്ട്. അതെല്ലാം ഒരു കാലത്ത് സ്വതന്ത്രമായിരിക്കുന്ന ഒരു സഞ്ചാര യോഗ്യമായിരിക്കുന്ന പാതയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിലാണ്. ഇറാൻ പറയുന്നവർക്ക് മാത്രമേ പോകാൻ പറ്റൂ എന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ നെതന്യാഹുവിനെ കുറിച്ചുള്ള പരാമർശത്തിൻ്റെ ഭാഗത്ത് ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എത്ര നൂതനമായിരിക്കുന്ന സംവിധാനം കൊണ്ട് ഉപയോഗിക്കപ്പെട്ടതാണെങ്കിലും ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ ഇറാൻ്റെ അതിർത്തിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് കണ്ടെത്തി നശിപ്പിക്കാൻ മാത്രം ശക്തിയായി ഇറാൻ എന്ന് പറയുന്ന രാജ്യം വളർന്നിരിക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ ലോകം ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്ന കാര്യമാണ്.